പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ആരതി പ്രദീപ്, മംഗലം ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ. നമുക്കറിയാം, ഈ വരുന്ന ഏപ്രിൽ 9 നമ്മൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് നേരിടാൻ പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ തിരഞ്ഞെടുപ്പിന് ശരിക്കും 2 ആവശ്യങ്ങളാണുള്ളത്. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഈ തവനൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു അറുതി വരുത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തേതായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരള ജനത മുഴുവൻ അനുഭവിക്കുന്ന മുഴുവൻ പ്രതിസന്ധികൾക്കും, എല്ലാ മേഖലയിലെ പ്രതിസന്ധികൾക്കും ഒരു അറുതി വരുത്തുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം. നമുക്കറിയാം, ഇത്തവണ നമ്മുടെ തവനൂരിൻ്റെ മണ്ണിലേക്ക് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS ജോയ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം വരെ അഡ്വക്കേറ്റ് VS ജോയ് മത്സരിക്കുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ആ സീറ്റിനൊരു മാറ്റം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു സീറ്റല്ല 1000 സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ തൻ്റെ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന യാതൊരു നീക്കവും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞൊരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം. എന്നാൽ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയെ നോക്കുക, KT ജലീൽ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തനിക്ക് ആരോടും പ്രതിബദ്ധതയില്ല എന്നുള്ളത്. അതായത് നമ്മുടെ പിണറായി വിജയനോട് പോലും, മുഖ്യമന്ത്രിയോട് പോലും യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ പാർലമെന്ററി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. പാർട്ടിയോട് മാത്രമല്ല, എനിക്ക് ഒരാളോടും പ്രതിബദ്ധതയില്ല. CPIM-നോടും എനിക്ക് പ്രതിബദ്ധതയില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. എനിക്ക് ആരോടും യാതൊരു ബാധ്യതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയോട് ഉണ്ടാവേണ്ട കാര്യമില്ല, CPIM-നോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ലീഗിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരു അധികാരമോഹത്തിന് വേണ്ടി മാത്രമുള്ളതാണോ ഒരു പൊതുപ്രവർത്തകൻ? അങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടും അഡ്വക്കേറ്റ് VS ജോയ് തവനൂരിൻ്റെ മണ്ണിൽ സ്ഥാനാർത്ഥിയായി എത്തിയ നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ അനുഗ്രഹീതരാണ്. അദ്ദേഹത്തെ പോലെ സൗമ്യനായി ഏത് പ്രശ്നവും എപ്പോഴും വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അഡ്വക്കേറ്റ് VS ജോയ്. കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ കടന്നു വന്ന് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തും അങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അഡ്വക്കേറ്റ് VS ജോയ്. അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള കൈപ്പത്തി അടയാളത്തിൽ പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്തി നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ മനസ്സിൻ്റെ അംഗീകാരം രേഖപ്പെടുത്തണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ മംഗലം ഡിവിഷനെയും മംഗളമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു മകളായിട്ടാണ് നിങ്ങൾ എന്നെ ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല തവനൂരിനായി, നേരിൻ്റെ തവനൂരിനായി അഡ്വക്കേറ്റ് VS ജോയെ നിങ്ങളുടെ ഒരു മകനായി, സഹോദരനായി ഏറ്റെടുത്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.